AIDMK നേതാവ് ഇടപ്പാടി പളനിസ്വാമി കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ തന്നെ AIDMK വീണ്ടും BJPയുമായി ചങ്ങാത്തം കൂടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സർക്കാരുമായി കിടപിടിക്കണമെങ്കിൽ പോലും BJPയെ കൂട്ടുപിടിച്ചാൽ മാത്രമേ സാധിക്കൂ എന്നത് AIDMKക്ക് നല്ലതുപോലെ അറിയാം. തമിഴ്നാട്ടിൽ മൂന്നാം തവണയും അധികാരത്തിൽ എത്താൻ ശ്രമിക്കുന്ന ഈ ഒരു പാർട്ടിക്ക് പോരാടാൻ BJPയുമായുള്ള ഭിന്നതകൾ അവസാനിപ്പിച്ച് ഒന്നിച്ചു നിൽക്കാനാണ് ഇപ്പോൾ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. DMK സ്വന്തം പോരായ്മകൾ മറച്ചുവെക്കുവാനും രാഷ്ട്രീയ നേട്ടം കൊയ്യാനുമായിട്ടാണ് ഈ ഒരു ഡിലിമിറ്റേഷനെയും അതുപോലെ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെയും എതിർക്കുന്നതായി കാണിക്കുന്നത് എന്നത് നേരത്തെ തന്നെ AIDMK വ്യക്തമാക്കിയതായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇടപ്പാടി പളനിസ്വാമിയുടെ ഡൽഹി സന്ദർശനം വന്നിരിക്കുന്നത്. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ BJPയും AIDMKയും ഒന്നിച്ചാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായി മാറുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ BJPയും AIDMKയും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചതിനാൽ തന്നെ അവർ ഒന്നിക്കുന്നത് സഖ്യത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ഏറെക്കുറെ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിലേതിന് സമാനമായി തന്നെ ജനപിന്തുണയുള്ള പ്രാദേശിക പാർട്ടിയെ അനുകൂലിച്ചുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭരണം പിടിക്കാനുള്ള ശ്രമം BJP തമിഴ്നാട്ടിലും നടത്തിയേക്കും എന്നതാണ് മറ്റൊരു സൂചനയായി പുറത്തു വരുന്നത്. തമിഴ്നാട് BJP പ്രസിഡന്റായ K അണ്ണാമലയുമായുള്ള ആ ഒരു ഭിന്നതയെ തുടർന്നുകൊണ്ട് 2023 സെപ്റ്റംബറിലായിരുന്നു AIDMK BJPയുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നതും. അമിത്ഷായുമായി 40 മിനിറ്റ് സംസാരിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. BJP നേതാക്കൾ ത്രിഭാഷ എന്ന നയത്തിൽ സൂക്ഷ്മതയോടെ തന്നെ പ്രതികരിക്കണമെന്നത് ആവശ്യപ്പെടുകയും ചെയ്തു. ഇടപ്പാടി പളനിസ്വാമിയുടെ ആവശ്യം അമിത്ഷാ അംഗീകരിച്ചതായാണ് സൂചനകളും പുറത്തു വന്നിരിക്കുന്നത്. AIDMKയും BJP നേതാക്കളും തമ്മിൽ ആഴ്ചകളോളമായി തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ച നടത്തി വരികയായിരുന്നു. DMK സംസ്ഥാനത്ത് BJPക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി മുന്നോട്ട് പോകുമ്പോഴായിരുന്നു ഇടപ്പാടി പളനിസ്വാമി അമിത്ഷായെ സന്ദർശിച്ച് കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുന്നതും. 2016 ജയലളിതയുടെ മരണത്തിനു പാർട്ടി പിളർപ്പിനും ശേഷമാണ് BJPയുമായി സഖ്യത്തിന് AIDMK തയ്യാറാകുന്നതും. എന്നാൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിലും തമിഴ്നാട്ടിൽ DMK തൂത്തുവാരുകയാണ് ചെയ്തതും. തുടർന്ന് പളനിസ്വാമി BJPയോട് അകന്നു നിൽക്കുന്ന സാഹചര്യമായിരുന്നു. 2023 സെപ്റ്റംബറിൽ സഖ്യം പൂർണ്ണമായും രണ്ട് വഴിക്കായി മാറുകയും ചെയ്തു. സംസ്ഥാനത്ത് BJPയെ നിയന്ത്രിക്കുന്നതിന് K അണ്ണാമലയ്ക്ക് മുകളിൽ ഒരു ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി വേണമെന്നതായിരുന്നു AIDMK ആവശ്യപ്പെട്ടിരിക്കുന്നതും. AIDMKയിലേക്ക് TTV ദിനകരൻ അതുപോലെ തന്നെ O പനീർശെൽവം എന്നിവരെ തിരികെ കൊണ്ടുവരണം എന്നതാണ് BJPയുടെ മറ്റൊരാവശ്യമായി പറയപ്പെടുന്നതും. എന്തായാലും BJPയും AIDMKയും തമ്മിൽ വീണ്ടും സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കുമോ എന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.